എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കിറ്റ്, സുമതി വളവ്, ബസൂക്ക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTT വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് വാസന്തി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച സിനിമയാണ് വാസന്തി. സ്വാസികയാണ് വാസന്തി സിനിമയിലെ നായിക. ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സൗബിനാണ് സിനിമയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് ജിന്നി സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം ഹൊററും സിനിമയിലുണ്ട്. ഇപ്പോഴത്തെ മനോരമ മാക്സ് ആണ് ജിന്നി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ അടുത്ത വീക്കായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കൂടൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ മാസമാണ് കൂടൽ സിനിമ റിലീസായത്. ബിബിൻ ജോർജാണ് സിനിമയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് കൂടൽ സിനിമയ്ക്ക് ലഭിച്ചത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഇപ്പോഴത്തെ മനോരമ മാക്സ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. കൂടൽ സിനിമ ഓഗസ്റ്റ് 31-നാണ് ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023-ലാണ് രാമചന്ദ്ര റിലീസായത്. അന്നത്തെ ഓണത്തിൽ എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്രയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നിവിൻ പോളി, മമിത ബജു തുടങ്ങി ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. കോമഡി, ആക്ഷൻ, റൊമാൻസ് തുടങ്ങി എല്ലാം സിനിമയിലുണ്ട്. ഇപ്പോഴത്തെ 2 വർഷങ്ങൾക്ക് ശേഷം ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ ഓണത്തിനാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലവ് മാരേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു വേല. ഷൈനികമാണ് സിനിമയിലെ നായകൻ. 2023-ലാണ് വേല സിനിമ ഇറങ്ങിയത്. പിന്നീട് OTT വിറ്റുപോയില്ല. ഷൈനികത്തെ കൂടാതെ സണ്ണി ബെയിനും സിനിമയിലുണ്ട്. ഇപ്പോഴത്തെ മനോരമ മാക്സ് വേല സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ആമസോൺ, മനോരമ ഈ 2 OTT പ്ലാറ്റ്ഫോമിലും കൂടി സെപ്റ്റംബറിന് വേല സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഫ്ലാസ്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈജി കുറുപ്പാണ് ഫ്ലാസ്ക് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഫ്ലാസ്ക്. ഇപ്പോഴത്തെ മനോരമ മാക്സ് ഫ്ലാസ്ക് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിരിക്കുകയാണ്. ഓണത്തിനാണ് ഫ്ലാസ്ക് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ഫൂട്ടേജ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ഫൂട്ടേജ് സിനിമയ്ക്ക് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ സിനിമയിലെ ചില പോസ്റ്ററുകളാണ് ഫൂട്ടേജിനെ വൈറലാക്കിയത്. ഇപ്പോഴത്തെ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓണത്തിനായിരിക്കും ഫൂട്ടേജിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു സീരീസുമായി ബന്ധപ്പെട്ടതാണ്. സംഭവ വിവരണം 4.5 സംഘം എന്നാണ് സീരീസിൻ്റെ പേര്. ഇന്നലെയാണ് സീരീസ് റിലീസായത്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും സോണി ലിവിനാണ് ഈ സീരീസ് റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമല്ല കൂലിക്ക് ലഭിച്ചത്. കേരളത്തിൽ വലിയ ഹൈപ്പോട് കൂടിയാണ് കൂലി വന്നത്. അതിന് കാരണം സൗബിനാണ്. മികച്ച അഭിനയമാണ് സൗബിൻ കൂലിയിൽ കാഴ്ചവെച്ചത്. സൗബിൻ്റെ സോങ്ങും വൈറലായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിലവിൽ 400 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. എന്നിട്ടും കൂലി സിനിമ പരാജയപ്പെട്ടു. കൂലി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ സെപ്റ്റംബർ 11-ന് ശേഷമായിരിക്കും OTT റിലീസ് വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സർക്കിറ്റ് സിനിമ തിയേറ്ററുകളിൽ വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആരും തന്നെ സിനിമ വന്നത് അറിഞ്ഞില്ല. അത്രയ്ക്കും ചെറിയ സിനിമയായിരുന്നു സർക്കിറ്റ്. ആസിഫ് അലിയാണ് സർക്കിറ്റ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് സർക്കിറ്റിന് ലഭിച്ചത്. എന്നിട്ടും സിനിമ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് സർക്കിറ്റിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 5-ന് സർക്കിറ്റ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് സുമതി വളവ് നേടിയെടുത്തത്. അർജുൻ അശോകനാണ് സിനിമയിലെ നായകൻ. ഒരുപാട് പേര് സുമതി വളവിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ ഒരുപാട് ഹൊററുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോമഡിയും സുമതി വളവിലുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ 2 കൈ നീട്ടി സിനിമയെ സ്വീകരിച്ചു. സുമതി വളവിൻ്റെ OTT നേരത്തെ തന്നെ വിറ്റുപോയതാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് സുമതി വളവിൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ സിനിമ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സെപ്റ്റംബർ 5-ന് ശേഷമായിരിക്കും സുമതി വളവിൻ്റെ OTT ഉണ്ടാവുകയെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. സിനിമയുടെ OTT അവകാശം നേരത്തെ തന്നെ വിറ്റുപോയതാണ്. C5 ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ഷൻ സിനിമകൾ C5 എപ്പോഴും വാങ്ങാറുണ്ട്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. മമ്മൂട്ടി മികച്ച ആക്ഷനാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ഇപ്പോഴത്തെ ഈ സിനിമ ഓണത്തിന് റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ്
വേണ്ടിയാണ് കാത്തിരുന്നത്. മമ്മൂട്ടി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സെപ്റ്റംബർ 5-ന് ബസൂക്ക സിനിമ ZEE5-ൽ റിലീസാകും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.